ഹലോ, നിർമ്മാണ പ്രക്രിയയിലും WESലും ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷനോട് കൂടി ആരംഭിക്കാം. ഇനി നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. വെൽഡിങ്ങിനെക്കുറിച്ച് സംഗ്രഹിക്കുന്നത്: ആർക്ക് വെൽഡിങ്ങിൻ്റെ അടിസ്ഥാന പ്രവർത്തന തത്വങ്ങൾ പ്രസ്താവിക്കൽ, വ്യത്യസ്ത ഇൻഡസ്ട്രികളിൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഉപയോഗങ്ങൾ പ്രസ്താവിക്കൽ, WESൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലഘു വിവരം. ആദ്യം നമുക്ക് വെൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ത് എന്ന് മനസ്സിലാക്കാം. രണ്ടോ അതിൽ കൂടുതലോ മെറ്റലുകളെ ഹീറ്റ്, പ്രഷർ, ഫില്ലർ മെറ്റീരിയൽ എന്നിവ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ കൂട്ടിച്ചേർക്കുന്നതാണ് വെൽഡിംഗ്. മിക്ക മെറ്റലുകളും അലോയ്കളും വെൽഡ് ചെയ്യാൻ കഴിയും. ചേർക്കേണ്ട വസ്തുക്കൾ ഒരുമിച്ച് ചേർത്ത് ആവശ്യമായ ഊർജം പ്രധാനമായും ഹീറ്റിൻ്റെ രൂപത്തിൽ പ്രയോഗിക്കുന്നു. ഈ ഹീറ്റ് മെറ്റീരിയലിനെ സംയോജിപ്പിക്കുകയും ജോയിൻ്റ് തണുപ്പിക്കലിലൂടെ ദൃഢമാക്കുകയും ചെയ്യുന്നു. വെൽഡിംഗ് പ്രക്രിയയുടെ അടിസ്ഥാന വർഗീകരണം താഴെ കൊടുത്തിരിക്കുന്നത് പോലെയാണ്: ഗ്യാസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്, തെർമോ കെമിക്കൽ വെൽഡിംഗ്, റേഡിയൻ്റ് എനർജി വെൽഡിംഗ്. ആർക്ക് വെൽഡിങ്ങിൻ്റെ അടിസ്ഥാന വർഗീകരണം: കാർബൺ ആർക്ക്, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, സബ്മേർജ് ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോഡ് ഉപയോഗിക്കാതെയുള്ള വെൽഡിംഗ്, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, ഇലക്ട്രോസ്ലാഗ്, പ്ലാസ്മ ആർക്ക്, ഇലക്ട്രോഡ് ഉപയോഗിക്കാതെയുള്ള വെൽഡിംഗ്. വെൽഡിങ്ങിൻ്റെ സാധാരണ ഇനങ്ങളിലൊന്നാണ് SMAW, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഇതിനെ സ്റ്റിക്ക് വെൽഡിംഗ് എന്നും വിളിക്കുന്നു. പൊതുവെ ഇതൊരു ഫ്ലക്സ് പൂശിയ ഉപയോഗിക്കാവുന്ന ഇലക്ട്രോഡ് ഉപയോഗിച്ചുള്ള ഒരു മാനുവൽ പ്രക്രിയയാണ്. അടുത്തതായി നമുക്ക് SMAW വെൽഡിങ്ങിൻ്റെ പ്രവർത്തന തത്വങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒരു ചെറിയ വായു വിടവ് കൊണ്ട് വേർതിരിച്ച രണ്ട് വൈദ്യുതചാലക വസ്തുക്കൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇലക്ട്രിക് ആർക്ക് ആണ് ആർക്ക് വെൽഡിംഗ് പ്രക്രിയയ്ക്കുള്ള താപത്തിൻ്റെ ഉറവിടം. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഒരു ധ്രുവമായി ഫ്ലക്സ് പൂശിയ ഇലക്ട്രോഡ് പ്രവർത്തിക്കുന്നു. അതേസമയം ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ മറ്റൊരു ധ്രുവമായി വർക്ക് പീസ് പ്രവർത്തിക്കുന്നു. ഒരു മെറ്റൽ ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിൽ ഒരു ആർക്ക് അടിക്കുമ്പോൾ മെറ്റലിനെ ആർക്ക് ചൂടാക്കുകയും ലിക്വിഡ് മെറ്റലിൻ്റെ ഒരു പൂൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇലക്ട്രോഡിൻ്റെ അഗ്രവും വർക്ക് പീസിൽ രൂപപ്പെടുന്ന ആർക്കും തമ്മിൽ ദൂരത്തെ ആർക്ക് ലെങ്ത് അഥവാ ആർക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നു. ആർക്ക് ലെങ്തിനെ റെസിസ്റ്റൻസ് നേരിട്ട് ആശ്രയിച്ചിരിക്കുന്നു. ഇലക്ട്രോഡ് ഡയാമീറ്ററിനെ ആശ്രയിച്ചിരിക്കുന്ന ആർക്ക് ലെങ്ത് സാധാരണയായി 3 mm ആണ്. പൊതുവെ സ്റ്റിക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഉപയോഗപ്രദമാണ്. വർക്ക് പീസിൻ്റെ അതേ മെറ്റീരിയൽ നിർമ്മിച്ച ഉപയോഗപ്രദമായ ഇലക്ട്രോഡ് ഫ്ലക്സ് കൊണ്ട് പൊതിഞ്ഞ് ആർക്ക് അടിക്കുകയും വെൽഡിംഗ് പ്രക്രിയയുടെ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോഡ് ഉപയോഗിക്കപ്പെടുന്നു. ഇലക്ട്രോഡിലെ ഫ്ലക്സ് ആവരണം ഉയർന്ന താപനിലയിൽ ഷീൽഡ് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും ഇത് മെറ്റൽ ഓക്സിഡേഷനിൽ ഉണ്ടായേക്കാവുന്ന അറ്റ്മോസ്ഫിയറിക് ഗ്യാസുകളിൽ നിന്നും ഉരുകിയ മെറ്റലിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വെൽഡിൻ്റെ മൊത്തത്തിലുള്ള ബീഡ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഇത് ആർക്ക് സ്ഥിരത കൈവരിക്കുന്നതിനും താപനഷ്ടം കുറയ്ക്കുന്നതിനും സ്ലാഗ് രൂപീകരണത്തിനും സഹായിക്കുന്നു.
മെറ്റലിൻ്റെ ലിക്വിഡ് പൂൾ വർക്കുമായി ചേരുകയും അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു. തണുപ്പിക്കുമ്പോൾ ഹോമോജിനിയസ് ബോണ്ടിൻ്റെ സോളിഡ് മെറ്റലും ഒരു ജോയിൻറ്റും രൂപം കൊള്ളുന്നു. അടുത്തതായി നമുക്ക് ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ആട്ടോമേറ്റീവ് ഷിപ്പ് നിർമ്മാണം, ഹെവി മെഷീനറികൾ, എർത്ത് മൂവേഴ്സ്, പിന്നെ ഹൈവേ ഉപകരണങ്ങൾ, ഫാമിംഗ് ഉപകരണങ്ങൾ, എയറോസ്പേസ്, പൈപ്പിംഗ് ആൻഡ് പ്ലംബിംഗ്, കെമിക്കൽ, ഫെർട്ടിലൈസർ ആൻഡ് പെട്രോളിയം നിർമ്മാണം തുടങ്ങിയ നിരവധി വ്യവസായങ്ങളുടെ അനിവാര്യ ഘടകമാണ് ആർക്ക് വെൽഡിംഗ്. അടുത്തതായി നമുക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒരു പ്രധാന സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കാം. അതായത് വെൽഡിംഗ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി അഥവാ WES. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ കുമിഞ്ഞുകൂടിയ വെൽഡിംഗ് ടെക്നോളജികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെൽഡിംഗ് എഞ്ചിനീയർമാരെ സഹായിക്കുന്നതിനും ടെക്നോളജികൾ വരും തലമുറകൾക്ക് കൈമാറുന്നതിനുമായി ജപ്പാൻ വെൽഡിംഗ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി അഥവാ JWES 2006 വെൽഡിംഗ് ടെക്നോളജി ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിച്ചു. ജപ്പാൻ വെൽഡിംഗ് എഞ്ചിനീയറിംഗ് സൊസൈറ്റി സ്റ്റാൻഡേർഡ് WES സ്റ്റാൻഡേർഡ് വിവിധ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ടെസ്റ്റിംഗ് അഥവാ ഇൻസ്പെക്ഷൻ, ബേസ് മെറ്റീരിയലുകൾ, വെൽഡിംഗ് മെറ്റീരിയലുകൾ, വെൽഡിംഗ് അഥവാ കട്ടിംഗ് മെഷീനുകൾ, ഡിസൈൻ, ഫാബ്രിക്കേഷൻ, സർട്ടിഫിക്കേഷൻ, വെൽഡിങ്ങിനെയും ജോയിനിങ്ങിനെയും കുറിച്ചുള്ള സേഫ്റ്റിയും ഹെൽത്തും. പുനരവലോകനത്തിന് നമ്മൾ പഠിച്ചത് വെൽഡിങ്ങിനെക്കുറിച്ചുള്ള സംഗ്രഹം, ആർക്ക് വെൽഡിങ്ങിൻ്റെ അടിസ്ഥാന വർക്കിംഗ് പ്രിൻസിപ്പിളുകൾ പ്രസ്താവിക്കൽ, വിവിധ വ്യവസായങ്ങളിലെ ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രയോഗങ്ങൾ പ്രസ്താവിക്കൽ, WESൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംഗ്രഹം. അങ്ങനെ ഇത്രയുമാണ് ആർക്ക് വെൽഡിങ്ങിൻ്റെയും WESൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ളത്. എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.